ശ്രീ പി ആർ എം ഷഫീർ, സർക്കാരുകൾ മാറി മാറി വരും. ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ, അത് യൂണിഫോംഡ് സർവീസിലുള്ളവരായാലും മറ്റ് സർവീസിലുള്ള ആളുകളായാലും, അന്നന്ന് ഭരിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾ നടപ്പാക്കുക അല്ലെങ്കിൽ അവരുടെ ഉത്തരവുകൾ കേൾക്കുക എന്നുള്ളതിനപ്പുറത്ത് ബ്യൂറോക്രസിക്ക് സവിശേഷമായി സ്വന്തമായി ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ടിപ്പോൾ രവത ചന്ദ്രശേഖർ ആയാലും രമൺ ശ്രീവാസ്തവ ആയാലും അവരുടെ കപ്പാസിറ്റിയിൽ കുറ്റക്കാരാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്ന ചോദ്യം ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നു വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള വമ്പിച്ച പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി എന്നുള്ളത്. അവിടെ എം വി രാഘവൻ പോയത് കൂത്തുപറമ്പ് അർബൻ സഹകരണ ബാങ്കിന്റെ കെട്ടിട ഉദ്ഘാടനം ചെയ്യാനാണ്. CPM-ഉം എം വി രാഘവനും തമ്മിൽ ഗോത്രീയ വൈരത്തിന്റെ അങ്ങേയറ്റം എന്നുള്ള നിലയിലുള്ള അങ്ങേയറ്റത്തെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പരിയാരം രാഘവന് സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്ന നിലയിലായിരുന്നു അവിടെ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഈ പരിയാരം സഹകരണ കോളേജിനെതിരെ വലിയ പ്രക്ഷോഭവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പാപ്പിനിശ്ശേരി സ്നേക്ക് പാർക്ക് വരെ ആക്രമിക്കപ്പെടുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി രാഘവന്റെ അങ്ങേയറ്റത്തെ പിടിവാശി, അപ്പുറത്ത് CPM, ഈ നിലയിലുള്ള ആ തലക്കൽ നിന്ന 90-കളിലെ സംഘർഷ അവസ്ഥയിലാണ് ഈ 94-ൽ 5 ജീവനുകൾ അവിടെ കൂത്തുപറമ്പിൽ പൊലിയുന്നത്. അത് ചരിത്രം ഇങ്ങോട്ട് 30 കൊല്ലം മുന്നോട്ട് പോയ സമയത്ത് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ സർക്കാരുകളുടെ നയപരമായ തീരുമാനങ്ങളൊക്കെ ഈ പറയുന്ന അതാത് സമയത്തെ മാസ് പ്രൊട്ടസ്റ്റുകളുടെ ഒരു ട്രിഗർ എന്നുള്ളതിനപ്പുറത്ത് പിന്നീട് നിങ്ങൾ വന്നപ്പോൾ അത് മാറ്റിയില്ലേ, ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ആയില്ലേ എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം കൂത്തുപറമ്പിൽ ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ ട്രസ്റ്റ് രൂപീകരിച്ച് ഞങ്ങൾ എന്തെങ്കിലും സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ല. ലീഡർ ശ്രീ കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരാൾ പോലും അദ്ദേഹത്തിന് ഇതിനകത്ത് അംഗത്വപ്പെടുത്തിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ശ്രീ എം വി രാഘവൻ്റെ കുടുംബത്തിലെയും ആരെങ്കിലും ആ ട്രസ്റ്റിൽ അംഗമായിരുന്നില്ല. അവിടുത്തെ പൗരപ്രമുഖരായിട്ട്, പിണറായി വിജയൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പൗരപ്രമുഖന്മാരും പിന്നെ പലതരത്തിലുള്ള ബിസിനസ് ശൃംഖലയിൽപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റും സ്വാശ്രയ മേഖലയും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സംഭവമാണ് അവിടെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചത്. അവിടെ കൃത്യമായി തന്നെ പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി അവിടുത്തെ ചെറുപ്പക്കാർ ബലി കൊടിക്കപ്പെട്ടു. ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആകാം എന്ന നിലപാടെടുത്തത് SFI പിന്നെ ആശാസമൂഹമാണ്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലാകാം, നല്ല കാര്യം. വിദേശ സർവകലാശാലയാകാം, തീരുമാനം. 25 കൊല്ലത്തിന് ശേഷം ട്യൂബ്ലൈറ്റ് കത്തുന്നത് പോലെ പിന്നീടേ കത്തോളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ 25 കൊല്ലം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തവന്മാരാണ് നിങ്ങൾ. ഇവിടുത്തെ കുട്ടികൾ മുഴുവൻ ഇപ്പോൾ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും ഇവിടുന്ന് +2 കഴിഞ്ഞ ഉടനെ ഓടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങളുടെ ഒറ്റ സംഘടനയും നിങ്ങളുടെ കൊടിയുമാണ്. പഠിച്ചു വെച്ചോ. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലെ കുറിച്ച് ആലോചിക്കാൻ വരുന്നവൻ്റെ കരണത്തടിക്കുന്നതും ഒരു ഗവൺമെൻറ്റും സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, ഒരു സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി, കണ്ണൂർ ജില്ലയിലെ കുറേ ആളുകൾ നഴ്സുമാരാവട്ടെ ഡോക്ടർമാരാവട്ടെ അവിടെയുള്ള ആളുകൾ മംഗലാപുരത്ത് പോയി ചികിത്സിക്കുന്നത് കണ്ണൂരാകട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടി ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹം സ്വന്തം നിലയിൽ ഈ സംഭവ വികാസം കൊണ്ടുവരുമ്പോൾ അതിനെ എതിർത്ത് തോൽപ്പിച്ച് കരുണാകരനെ കിടത്തിക്കളയാമെന്ന് വിചാരിച്ചല്ലോ നിങ്ങൾ മുമ്പിൽ പിണറായി വിജയൻ നിങ്ങളുടെ MB പിന്നെ ജയരാജനും കൂടി 40 ദിവസം സകലമാന വഴികളും അടച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞല്ലോ. പുറകിൽ തേക്കിൻകാട് മൈതാനി, അവിടുത്തെ തേക്ക് തോട്ടം മൊത്തം മുറിച്ചു മാറ്റി 1 മണിക്കൂർ കൊണ്ട് തൃശ്ശൂരെന്ന് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി AR ആന്തുലയുടെ മുമ്പ് നിർത്തിക്കൊണ്ട് കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്ത് നിങ്ങളെ ഇളിഭ്യരാക്കിയതും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു. പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പുറത്ത് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. അതൊന്നും വിലപ്പെട്ടില്ല. MV രാഘവനെ കൊടുക്കാൻ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. എല്ലാം കോടതിയിൽ നിന്ന് നിരാശ മാത്രമേ അതിനെക്കുറിച്ചുള്ളൂ. കൂത്തുപറമ്പിൽ നഷ്ടം നിങ്ങൾക്കാണ്, ചരിത്രം നിങ്ങൾക്കെതിരാണ്. SFIയുടെ മുദ്രാവാക്യം നഷ്ടപ്പെട്ടത് അവിടെയാണ്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ സ്വാശ്രയ മേഖലയും സർക്കാർ മേഖലയും കൂടി തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് നിങ്ങൾ എതിരാണെങ്കിൽ നിങ്ങൾക്ക് വിഴിഞ്ഞത്ത് ടർഫ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലെ യോഗത്തിലേക്ക് കൊണ്ടുപോയി ഭാര്യയെയും മകളെയും ചെറുകുട്ടിയെയും ഇരുത്തിയ മുഖ്യമന്ത്രിയുടെ ആ വലിയ നാടകമുണ്ടല്ലോ, ആ കുടുംബ പുരാണം, ഒരു ട്രസ്റ്റാണെന്നുള്ള രീതിയിലുള്ള ആ ഒരു ഞാനും എൻ്റെ അപ്പനും പിന്നെ സാവിത്രിയും കൂടിയുള്ള ആ ട്രസ്റ്റ് എന്നുള്ള സങ്കല്പമുണ്ടല്ലോ. വിഴിഞ്ഞത്ത് ടർഫ് ഉദ്ഘാടനത്തിൻ്റെ തലേദിവസം 12-ൽ പരം വരുന്ന IAS ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നതല യോഗത്തിലേക്ക് ഭാര്യയെയും മകളെയും ചെറുകുട്ടിയെയും കൊണ്ടുവന്നിരുത്തിയ പിണറായി വിജയനോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞങ്ങളോട് വേണ്ട. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഞാൻ എന്തുകൊണ്ടാണ് രവത ചന്ദ്രശേഖരൻ വന്നു, യോഗേഷ് ഗുപ്ത വന്നില്ല? നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. സത്യത്തിൽ MR അജിത് കുമാർ എന്ന് പറയപ്പെടുന്ന RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, RSSന് വേണ്ടിയിട്ട് പോലീസിനകത്ത് സ്ലീപ്പർ സെല്ലുകൾ വളർത്തുന്ന, RSSന്റെ പല യോഗങ്ങളിലേക്കും SP DYSP തലത്തിലുള്ള നേതാക്കന്മാർ പിന്നെ ഉന്നത തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും അവസാനം തത്വമസി എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കന്യാകുമാരിയിലെ ക്യാമ്പിൽ പങ്കെടുത്ത കാര്യം ഉൾപ്പെടെ പുറത്തു വന്നിട്ട് മിണ്ടാതിരുന്ന, കുമരകത്ത് ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നടക്കുന്നു എന്നറിഞ്ഞിട്ടും RSSന്റെ സ്ലീപ്പർ സെല്ലായി അവിടെ യോഗം നടക്കുന്നു എന്നറിഞ്ഞിട്ടും പ്രതികരിക്കാതിരുന്ന ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന്റെ RSS വിധേയത്വം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു.
എന്തുകൊണ്ട് യോഗേഷ് ഗുപ്തയിലേക്ക് എത്തിയില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഞാൻ അതിനകത്ത് ഒരു കാര്യം നിങ്ങളുടെ പറഞ്ഞുതരാം. കാർട്ടൺ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന കമ്പനിക്ക് വേണ്ടി കോടികളുടെ കരാറാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീമതി പി ദിവ്യ നടത്തിയത്. അതിനകത്ത് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം നടന്നു. വിജിലൻസിന്റെ ഡയറക്ടറായിട്ട് യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന DGP ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്തായിരുന്നു അറിയോ? ആ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ അപകടം നിങ്ങൾ കൃത്യമായി മണത്തെടുത്തു എന്നുള്ളതാണ്. കാർട്ടൺ ഇന്ത്യ ഇന്ത്യ കമ്പനിക്ക് കോടികളുടെ കരാർ ജില്ലാ പഞ്ചായത്തിന് ഇത് കിട്ടുന്നു. വളരെ ശ്രദ്ധിച്ചു കേട്ടോ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മറുപടി പറഞ്ഞു. 2, ആ കമ്പനിയുടെ ഡയറക്ടറും ദിവ്യയുടെ ഭർത്താവും തമ്മിൽ ഒരു തരത്തിലുള്ള ബിസിനസ് ബന്ധമുണ്ടെന്ന് വരുന്നു. എന്നിട്ട് ഒരു പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്ഥലം ഈ പറയപ്പെടുന്ന രണ്ടുപേരുടെയും പേരിൽ വാങ്ങി കൂട്ടിവെച്ചിട്ട് അതിനെ പ്രത്യേക തരത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടോ സിൽക്ക് നിർമ്മിതി കേന്ദ്രം എന്ന നിലയിലൊക്കെ കോടികളുടെ കരാറുകൾ ഒരു പ്രത്യേക തരം കമ്പനിയിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ രേഖാപരമായി തന്നെ, ഞാൻ പേരുകൾ ഉൾപ്പെടെ പറയാം. KSUവിന്റെ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസ് കണ്ണൂർ, അദ്ദേഹം കൃത്യമായി തന്നെ രേഖകൾ, ഈ പറയപ്പെടുന്ന പ്രമാണങ്ങൾ, പ്രമാണത്തിന്റെ സിറോക്സുകൾ, കരാറുകൾ, കരാറിന്റെ കോപ്പികൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ തട്ടിമാറ്റി എന്തുകൊണ്ട് യോഗേഷ് ഗുപ്തയെ ആക്കിയില്ല എന്നുള്ളതിന് കാരണം അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം ഒരു പ്രിലിമിനറി എൻക്വയറി നടത്താൻ പറയുന്നു. പ്രിലിമിനറി എൻക്വയറിയിൽ ഈ പറയപ്പെടുന്ന ആധികാരികമായ രേഖകളും റെക്കോർഡുകളും പരിശോധിക്കപ്പെടുമ്പോൾ പി ദിവ്യയുടെയോ അദ്ദേഹത്തിന്റെ ഭർത്താവിനും അപ്പുറം ഇതിന്റെ വളർച്ചയുടെ വേരുകൾ ചെന്നെത്തി നിൽക്കുന്നത് CPMന്റെ P ജയരാജനെ എതിർക്കുന്ന ഒരു 4-5 ഉന്നത നേതാക്കന്മാരുടെയും അവരുടെ മക്കളിലേക്കുമാണ് എന്ന് കൃത്യമായ വിവരം കിട്ടുന്നു. കുടുങ്ങുമെന്ന് ഉറപ്പുവരുത്തുമ്പോൾ യോഗേഷ് ഗുപ്തയോട് പറയുന്നു പ്രിലിമിനറി എൻക്വയറി നിർത്തിവെക്കാൻ. യോഗേഷ് ഗുപ്ത പറയുന്നു പരാതിയിൽ പ്രിലിമിനറി എൻക്വയറിയുടെ റിപ്പോർട്ട് കൊടുക്കാൻ പറയുന്നു. റിപ്പോർട്ട് അഗൈൻസ്റ്റ് ദിവ്യ ആൻഡ് ഫാമിലി. ദിവ്യയും പി ദിവ്യയും ഭർത്താവും ഈ പറയപ്പെടുന്ന സിൽക്ക് നിർമ്മിതി കേന്ദ്രത്തിന്റെ ആളുകളും ഈ പറയപ്പെടുന്ന കാർട്ടൺ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാരും ഉൾപ്പെടെയുള്ളവർ കുടുങ്ങിക്കിടക്കും എന്ന് ഉറപ്പ് വന്നപ്പോൾ, ജില്ലാ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ഈ വിജിലൻസ് കേസിൽ പ്രതിയാകപ്പെടും എന്ന് ഉറപ്പ് വന്നപ്പോൾ, നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ മിനിറ്റിൽ ഉത്തരവെടുത്ത യോഗേഷ് ഗുപ്ത കണ്ണിലെ കരടാകുന്നു കണ്ണൂരിലെ CPM നേതാക്കന്മാരുടെ. കണ്ണൂരിലെ CPM നേതാക്കന്മാർക്കെതിരെ, പ്രത്യേകിച്ചും പി ദിവ്യയുടെ കുടുംബത്തിനുമെതിരായി കേസെടുക്കുന്നു എന്ന് വന്ന ഘട്ടത്തിലാണ് ആദ്യമായി യോഗേഷ് ഗുപ്ത എന്ന് പറയപ്പെടുന്ന ഉന്നതനായ DGPക്കെതിരെ CPM വാളാകുന്നത്. അദ്ദേഹം ചെയ്ത ഉത്തരവിൽ ഉറച്ചു നിന്നു. ആ ഒറ്റ കാരണത്താലാണ് സീനിയോറിറ്റി മറികടന്നുകൊണ്ട് അവിടെ ആളിനെ വരുത്താൻ ശ്രമം നടത്തിയത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കള്ളത്തരവും കൊള്ളത്തരവും നടത്തി, ഭൂമി കച്ചവടം നടത്തി, ഈ ഭരണത്തിന്റെ തണലിൽ RDO ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട് വാക്കുകൾ ഉപയോഗിച്ച് ആ കേസും അട്ടിമറിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആഭ്യന്തര വകുപ്പ് വന്നു നിൽക്കുന്നതിന്റെ കാരണം അതാണ്. രണ്ടാമത്തെ കാര്യം ഒന്നുകൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കൂ, വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പോലീസിന്റെ അന്വേഷണം നടത്തി, ഇതുവരെയും ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. നിങ്ങൾ അതുപോലെ തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു ജില്ലയിലെ ക്രൈമുകൾ കൂട്ടാൻ വേണ്ടി നടത്തിയ RSSനെ സന്തോഷിപ്പിക്കാനാണ്. ഒരു ജില്ലയിലെ ക്രൈം അത് 18,000-ന് മുകളിലേക്ക് കൂടി എന്ന് വരുത്താൻ നടത്തിയ ശ്രമങ്ങൾ. കണക്കുകൾ പരിശോധിക്കുമ്പോൾ വസ്തുതാപരമായി ശരിയല്ല ഷഫീർ. കേസുകൾ വന്നെന്നുള്ള കാര്യം, പെറ്റി കേസുകൾ ഉൾപ്പെടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ കാര്യം, ഏറ്റവും അവസാനം ശങ്കൂറ്റി ദാസിന്റെ നേതാവ് ശ്രീ സുരേന്ദ്രൻ, നിങ്ങൾക്കറിയാം പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആക്ട് അനുസരിച്ച് അതിലെ പ്രതിപട്ടിക നിൽക്കുകയാണ് കോഴക്കേസ്. തെരഞ്ഞെടുപ്പിന് പൂക്കൂടയിൽ കോഴ കൈമാറിയെന്നുള്ളത് അവരന് കോഴ കൈമാറിയെന്ന കേസാണ്. 1 കൊല്ലത്തിനിടയിൽ കുറ്റപത്രം കൊടുത്തില്ല എങ്കിൽ, റെപ്രസെന്റേറ്റീവ് ആക്ട് അനുസരിച്ച് 1 കൊല്ലത്തിനിടയിൽ പോലീസ് കുറ്റപത്രം കോടതിയിൽ കൊടുത്തില്ല എങ്കിൽ പ്രതിയെ വെറുതെ വിടും എന്നുള്ള ഒറ്റ നിയമപരമായ സാങ്കേതികത്വത്തിന്റെ പുറത്ത് ജില്ലാ തലശ്ശേരിയിലെ കാസർഗോഡ് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു? സുരേന്ദ്രനെ വെറുതെ വിട്ടു. കുറ്റപത്രം കൊടുക്കാത്ത കാര്യം എന്താണ്? മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രക്ഷപ്പെടുത്തിയത് ആരാണെന്നറിയുമോ? പിണറായി വിജയനും അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട RSSന്റെ സ്ലീപ്പർ സെല്ലുമാണ്. വിവാദമായപ്പോ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞു, ഇതുവരെയും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ആനി രാജ പറഞ്ഞതുപോലെ, നിങ്ങളുടെ തന്നെ കൂടെയുള്ള മാധ്യമപ്രവർത്തക KK ഷാഹിന് എഴുതി തയ്യാറാക്കിയ ലെറ്റർ മുഖ്യമന്ത്രിക്ക് അയച്ചതുപോലെ കേരളത്തിലെ പോലീസ് RSS ആണ്. അവതരിപ്പിക്കപ്പെടുന്ന
ഒരു ഘട്ടത്തിലാണ് ശരി. RSSകാരനെ നിയമിക്കാൻ ശ്രമിച്ചതിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ശരി. പിണറായി വിജയൻ. പക്ഷേ ഈ ക്രൈമിന്റെ റേറ്റ് നമുക്ക് വെബ്സൈറ്റിൽ പോയാൽ നോക്കാം. ഞാൻ അതിനകത്ത് എടുത്തു നോക്കി, ഒറ്റ ജില്ലയിലും ഇല്ലാത്ത ക്രൈം അല്ലല്ല. പെറ്റി 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 പലയിടത്തും ഇപ്പൊ എറണാകുളം, തിരുവനന്തപുരത്തൊക്കെ 2 പോലീസ് ജില്ലകളുണ്ട്. ഇത് രണ്ടും കൂടി അല്ലല്ല, കൂട്ടിയാൽ ഒരു മിനിറ്റ്. മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു കാര്യം ജില്ലയാണ്. മനസ്സിലാക്കിക്കോ, പക്ഷേ ക്രൈം റേറ്റ് മലപ്പുറത്ത് ഞങ്ങൾ ഇതൊരു തർക്കത്തിന് വേണ്ടി മലപ്പുറത്തിന്റെ ഇരട്ടി ക്രൈമാണ് എറണാകുളം റൂറലിലും അർബനിലും കൂടി ശേഷം ഒരു തർക്കത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ തിരുവനന്തപുരത്തും മലബാറിലെ 5 ജില്ലകളിലെ കഴിഞ്ഞ 10 കൊല്ലത്തെ ക്രൈം റേറ്റുകൾ ഉയർന്നും താഴ്ന്നു വരും. അല്ല, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു തോത് പരിശോധിച്ചപ്പോഴാണ് അതിനകത്തൊരു കൊച്ചു കള്ളക്കളി SP സുജിത് ദാസുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. അത് നമ്മള് ഞാൻ പറഞ്ഞു വന്നത് ബാക്കി ഷഫീർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഒന്നും വസ്തുത എനിക്കറിയില്ല. പക്ഷേ ഇവൻ നമ്മൾ ഈ കേസിന്റെയാണോ? അല്ല, അത് ഒക്കെ ജയിക്ക് പറയും, അത് ജയിക്ക് പറയും, എനിക്കറിയില്ല. പക്ഷേ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമ്മാസിനെ വിളിച്ചാൽ ഇപ്പൊ ശരി, എന്തായാലും എനിക്ക് ലൈവായിട്ട് രേഖ കാണാം. അല്ല, വിളിക്കാൻ തന്നെ വിളിക്ക്. ഷഫീർ തന്നെ പറഞ്ഞല്ലോ. എന്തായാലും ദിവ്യ അക്കാര്യത്തിൽ ലൈനിലുണ്ട്. മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും അത് വരട്ടെ, അന്വേഷിച്ച് കാര്യങ്ങൾ വെളിപ്പെടട്ടെ. മുഴുവൻ രേഖകൾ ഇപ്പോ ശരി. ലൈവിൽ കൊണ്ടുവന്ന് PP ദിവ്യയും കുടുംബവും കാർട്ടൺ കമ്പനിയും ശരി. അതുപോലെ അല്ല, അത് തന്നെ ഷഫീർ തന്നെ പറഞ്ഞാൽ മതി. ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ജില്ലാ ശരി, പഞ്ചായത്തിന്റെ ശരി, കോൺട്രാക്ടുകൾ എല്ലാം പുറത്തു വരും. ശരി, ഓക്കെ. ഇത് ഞാൻ ഉന്നയിച്ച ആരോപണമല്ല. ശരി. ശ്രീ യോഗേഷ് മനസ്സിലായി. തെറിക്കാനുള്ള കാരണമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ശരി.